വക്കീലിന്റെ വൈഫിന്റെ പേരെന്തായിരുന്നു പറഞ്ഞത്? സുധർമിണി. ആ, പേരൊക്കെ വലിയ പവർഫുള്ളാണ്, പക്ഷെ ആള് വെറും സാധുവാണല്ലേ? സാധുമണി എന്നാ ശരിക്കും അവൾക്ക് പേരിടേണ്ടിയിരുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു മെടുക്കും കിടാൻ വെച്ചോ. ഞാനും വക്കീലിന്റെ പോലെ ആവും, പക്ഷെ ഒരു സാഹചര്യം ഒത്തു കിട്ടണമുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം മോനാ. ശരിക്കും നിങ്ങൾ പറഞ്ഞ അതേ പടി ഭാര്യ അനുസരിക്കുമോ? അതെന്താണോ താനൊരു വിശ്വാസം ഇല്ലാത്ത പോലെ? ഒരു വിശ്വാസക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതല്ല മോനാ, ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ഭാര്യയെ തനിക്ക് ഇവിടുന്ന് പരിചയപ്പെടുത്തിയെന്ന് ചോദിച്ചോ. നാളെ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച് കാണുന്നു, എന്നാലും ഞാൻ വീണ്ടും അവൾക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അത് അത്ര മറവിയാണോ? മറവിയുടെ അല്ലടോ, അവളെ എൻ്റെ മുഖത്തല്ലാതെ പോലെ ഒരാളുടെ മുഖത്ത് നോക്കണ്ടേ? എന്നെങ്കിലും ഞാനൊരു ദിവസം കാണുമല്ലോ, അപ്പം ഞാൻ വിശ്വസിക്കാം. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് നിൽക്കണമായിരുന്നു. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ ഒരു പെഗ്ഗാണല്ലോ അടിക്കണം, അത് കഴിഞ്ഞ് നിർത്തിക്കളയാണല്ലോ. എന്താ? എന്തൊക്കെയായാലും ഈ ഭാര്യമാർ നമ്മുടെ അടിമയൊന്നുമല്ല. ഒരിക്കലും അല്ല. ഇവർ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കേൾക്കണ്ടേ? അത് വേണം. ഒരു ദിവസം ഞാൻ അവളോട് പറയണേ, ഇനി നീ എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറ, എനിക്ക് നിന്നെ അനുസരിക്കാൻ കൊതിയായിട്ട് പാടില്ല, അതുകൊണ്ടാണ്. ഒരു 100 വട്ടം ഞാൻ അവളോട് ചോദിച്ചു, അവളൊന്നും അങ്ങോട്ട് പറയണില്ല. പിന്നെയും ചോദിച്ചപ്പോൾ അവൾ പറയണേ, എൻ്റെ ഈ മദ്യപാനം അവൾക്ക് അത്ര ഇഷ്ടമല്ല, അതങ്ങ് നിർത്താൻ. പക്ഷെ നമ്മളാരാ, നമ്മൾ നിർത്തുമൊന്നുമില്ല, കുറച്ചു. എൻ്റെ വക്കീലിൻ്റെ തലയിൽ വരച്ച ആ വടി ഉണ്ടല്ലോ, ആ വടി വെച്ച് ഒരു ചെറിയൊരു കോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വേറെ ലെവലായേനെ. അപ്പോൾ മോഹന് ഭാര്യ ജോലിക്ക് ശ്രമിക്കുന്ന അത്ര ഇഷ്ടമല്ലല്ലേ? ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? എനിക്കൊരു ഇഷ്ടക്കേടൊന്നുമില്ല. അവള് ജോലിക്ക് പോട്ടെ, അവള് ജോലിക്ക് പോകണം, ഞാൻ വിടും. എടോ, എൻ്റെ തലയെ വരച്ച വടി കൊണ്ട് തൻ്റെ തലയിൽ ഒരു 16 തവണ അടിച്ചാലും യാതൊരു ഗുണം ഉണ്ടാകാൻ പോണില്ല. ശരി, കാണാം, ഞാൻ പോണം. എന്താടി വാതിൽ ഓർക്കാൻ താമസം? അതുകൊണ്ട് ചേട്ടൻ കഴിച്ചോ? കഴിച്ചില്ല, വിശക്കുന്നുണ്ട്. എന്താ എടുത്തു വെച്ചേ? ആ ശരി കേട്ടോ. ഇനി വെള്ളം നിന്റെ വേറെ ആരെങ്കിലും കൊണ്ടുവെക്കോടെ? ഇപ്പൊ തരാൻ ചേട്ടാ, മറന്നുപോയതാ. മണന്ന് പോയി, എന്റെ കയ്യൊന്നും മേടിക്കാൻ നിൽക്കരുത്. എന്തിത്ര താമസം തുറക്കാനായിട്ട്? കിച്ചണിൽ ഇത്ര പണിയിലായിരുന്നു. ഇതൊന്ന് കിച്ചണിൽ എന്ത് പണി? ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, വാ കഴിക്കാം. ഓ വേണ്ട, ഞാൻ കഴിച്ചതാ. നിങ്ങൾ കഴിച്ചോ? അല്ല, ഞാൻ കഴിച്ചോളാം. ഇപ്പൊ ഇത്രയും വൈകിയേ? എന്താ? അല്ല, വർക്കൊക്കെ കഴിഞ്ഞ ക്ഷീണിച്ചു വരുമല്ലോ, റെസ്റ്റ് എടുത്തോളാം പറഞ്ഞതാ. എന്താ വൈകിയെന്നല്ലേ ചോദിച്ചേ? എനിക്ക് വിമൻസ് റൈറ്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസം ഞാൻ തിരക്കായിരിക്കും. ഓ, ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ലടോ, അതൊക്കെ താൻ തന്റെ ഇഷ്ടത്തിന് ചെയ്താ പോരെ. ഓ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ല. ഇനി എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി സമയം കളഞ്ഞു മെനക്കെടണ്ടെന്ന് ചേച്ചി പറഞ്ഞതാ. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുക, നിങ്ങൾ കഴിച്ചോളാം. ഓ.